Hey all, welcome back to Motorholic 390. ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ലക്ഷ്മി എസ്റ്റേറ്റ് വഴി നമ്മൾ മാങ്കുളത്തേക്ക് പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ആനക്കുളത്തേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. സ്റ്റാർട്ട് ചെയ്യുക. അയ്യോ അമ്പലമൊക്കെ നോക്കി ഏത് രസം. ഇവിടെ ഇരുന്നിട്ട് ഈ റോഡിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നോർമൽ റോഡ് വഴി നമുക്ക് പോകാൻ പറ്റും. ഏത് നോർമലി നമ്മൾ ഹൈവേ കൂടെ പോകുമല്ലോ ആനക്കുളത്തോട്ട്. പ്ലാച്ചിമാവ അങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അതുവഴി കയറി പോകാൻ പറ്റുമല്ലോ. പക്ഷേ ഈ വഴിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ് ആൻഡ് കാമാണ്. അധികം ക്രൗഡ് അധികം എന്നല്ല, ക്രൗഡേ ഇല്ല. ലോക്കൽസിനെ ഉണ്ടാവുള്ളൂ, പിന്നെ ഇവിടുത്തെ കൃഷിക്കാരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഗസ്റ്റുകളൊക്കെ വളരെ കുറവായിരിക്കും. നമുക്ക് ഭയങ്കര പീസായിട്ട് ഡ്രൈവ് ചെയ്യാം, എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങളും ഈ വഴി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം മൂന്നാർ വരുമ്പോൾ ആനക്കുളത്തോട്ട് പോകുമ്പോൾ ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളിയാണ്. ഇതൊക്കെ ട്രൈബൽ സെറ്റിൽമെന്റ് ഉണ്ടോ? ഐ തിങ്ക് ട്രൈബൽ സെറ്റിൽമെന്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തേയിലത്തോട്ടത്തിൻ്റെ കൃഷിയുടെ ആൾക്കാരുടെ താമസ സ്ഥലമായിരിക്കണം. അയ്യോ ആ വീടൊക്കെ നോക്കിയേ, ഏതരസം ഏതരസം സോമരസം, ഏത മൂട്, പൊള്ളി മൂട്. അയ്യോ ഈ വീടൊക്കെ നോക്കിയേ, എന്ത് രസം കാണാൻ. ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര നമ്മുടെ മനസ്സിനും മൈൻഡിനൊക്കെ ഒരു സമാധാനം കേട്ടോ. ഒരു ഫ്രീ എന്താ പറയുക, ഫ്രീയിങ് ഫീലിംഗ് ആണ്. ഫ്രീയിങ് യാ. നമ്മൾ എന്നിട്ട് നേരെ ആനക്കുളത്ത് പോയിട്ട് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആന കാണില്ല എന്ന് നമുക്കറിയാൻ പറ്റില്ല. സംഭവം അതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് അല്ല, അതിന് വേണ്ടിയിട്ടൊരു ബോട്ട് ഗവൺമെൻറ് മറ്റേ ആനക്കുളം ഫോറസ്റ്റ് റേഞ്ച് ലിമിറ്റിലായിട്ട് അങ്ങനെ ഒരു ബോട്ട് ഇറക്കിയിട്ടുണ്ടാവും, ടെലഗ്രാം ബോട്ട്. ആനക്കുളം എലിഫൻറ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോട്ട് ഓപ്പൺ ആയി കിട്ടും. അതിൽ നിങ്ങൾ നോവാന്ന് എപ്പോൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും സെർച്ച് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോവാന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറൻ്റ്ലി, അതായത് ഇപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണേ ആ ടൈമിലെ എന്താ പറയുക ആനക്കുളത്തിൻ്റെ ആ സ്പോട്ട് ഉണ്ടല്ലോ, ആന വെള്ളം കുടിക്കാൻ സ്പോട്ട്, അവിടുത്തെ പിക്ക് നമുക്ക് കിട്ടും. അത് നമ്മുടെ ആനക്കുളം ഫോറസ്റ്റുകാരുടെ പുതിയൊരു ബോട്ടാണ്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആന ഉണ്ടോ ഇല്ലേ എന്നുള്ള അറിഞ്ഞിട്ട് നമുക്ക് അത്രയും ദൂരം പോയാൽ മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് മൂന്നാറിൽ ഒരു 35 to 40 കിലോമീറ്റേഴ്സിനുള്ളിലുണ്ട് നമ്മൾ ആനക്കുളത്തോട്ട് പോകുന്നത്. അപ്പം അത്രയും കിലോമീറ്റർ നമ്മൾ ചുമ്മാ എന്താ പറയുക അങ്ങോട്ട് പോയിട്ട് ആനനെ കാണാണ്ട് സെഡായി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെലഗ്രാം ബോട്ടിൽ ആനക്കുളം എലിഫൻറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ NOWA നോവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ എന്താ പറയുക കറണ്ട് സിറ്റുവേഷനിൽ പിക്ക് കിട്ടും. അപ്പോൾ ആന ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അറിഞ്ഞിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയാൽ മതി. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ബഗ് കിട്ടിയായിരുന്നു. ബോട്ടിന് ഇടയ്ക്കൊരു ബഗ് കിട്ടി. ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു നോവ എന്താ പറയുക ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് ഫോട്ടോയിനായി അവർ അയച്ചു തരുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തൊരു ബഗ് കിട്ടിയിട്ട് ഞാൻ നോവ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് വന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇമേജ്, ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ആനയുടെ ഇമേജാണ് എനിക്ക് വന്നത്. അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ബഗ് കിട്ടി നടന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും സെറ്റ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, പിന്നെ അവിടെ എത്തിയിട്ട് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഓഫ് റോഡ് സ്പോട്ട് ഉണ്ട് ആനക്കുളം. അപ്പോൾ അതും കൂടി പറ്റുകയാണെങ്കിൽ ഒന്ന് കവർ ചെയ്യണം. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അയ്യോ ഗവൺമെൻറ് സ്കൂൾ നോക്കിയേ, ഏത് രസമല്ലേ.
റോഡ് കിടക്കണോക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഏത് രസല്ലേ. നല്ല പച്ചപ്പ് പുതച്ച താഴ്വാരയും രണ്ട് സൈഡിലും മലകളും നല്ല റോഡും ഏതാ ഭംഗി. ഹൈവ പൂവൊക്കെ നോക്കിയേ മഞ്ഞ ഗോപ്രോയിൽ കാണുന്നു എന്താ അവസ്ഥ അറിയില്ല. നോക്കിയേ ഏത് രസല്ലേ. ഹൈവ എലിഫന്റ് ക്രോസിംഗ് ഏരിയ, ബി അലേർട്ട് ആൻഡ് ഗോ സ്ലോ. ഏത് രസല്ലേ. ഇതിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ ഈ സാധനം കാണാൻ. തേയില നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം. കുറച്ച് കോടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷം കൂടി വന്നേനെ. അയ്യോ സെറ്റ്. തേയില തൂക്കണ സെറ്റപ്പ്. ഇങ്ങനെയാണ് തേയില തൂക്കുക. ഫ്രഷ് തേയില. ഈ തേയിലയുടെ ഈ ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളർ കണ്ടില്ലേ, അതാണ് നമ്മുടെ ഗ്രീൻ ടീക്ക് യൂസ് ചെയ്യണേ. അതിൻ്റെ താഴത്തുള്ളത് നോർമൽ ടീ. ആ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡുള്ളത് നോർമൽ ടീ, ലൈറ്റ് ഗ്രീൻ ഉള്ളതാണ് നമ്മുടെ ഗ്രീൻ ടീയുടെ. അയ്യോ ഓരോ കോർണർ തിരിഞ്ഞിട്ട് വരുമ്പോഴും കിട്ടണ വ്യൂ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ് കാണാൻ. ഞാനാണെങ്കിൽ ഈ റൂട്ട് ഫസ്റ്റ് ടൈമാ, അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. നമ്മളിപ്പോൾ എത്താൻ പോണതൊരു വേറെ സീൻ ഓഫ് വ്യൂക്കാണ് ഗൈസ്. വേറൊരു ലോകത്തേക്കാണ് നമ്മളിപ്പോൾ എത്താൻ പോണേ. നിങ്ങൾ കണ്ടോ എൻ്റെ മോനെ, ഏത് സീനിക് വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീനിക് വ്യൂ. അറിവുകളാലേ അറിവുകളാലേ പൂമഴ പോലെ മണ്ണിൽ നീലനിലാവിൻ പൊന്നലയാലേ നാദനയങ്ങൾ വരദായകമായി സ്വരസാഗരമായി ജനിമോക്ഷവുമായി പുതുജീവനുമായി നമ്മ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. നമ്മൾ നേരെ ആനമലയല്ല അതിട്ടാ അയ്യോ ആനക്കുളം. ഹെഡിങ് ടു ആനക്കുളം. ഓക്കെ. ഓ എന്ത് രസമാണല്ലേ വഴികൾ. ഫുള്ള് സീനാട്ടോ. പറഞ്ഞു നോക്കി നല്ല റോഡ് പറഞ്ഞല്ലോ. മാമനേ അയ്യോ ഓരോ തിരിയുമ്പോഴും എന്ത് രസമാണല്ലേ. ഭംഗി കൂടി വരുമെന്ന് എനിക്ക് തോന്നണേ. മറന്ന വാക്കുമായി ദീപമേ കിനാവു പോലെ കണ്ണീരേകൂ. നമ്മളിപ്പോ ആനക്കുളം റോഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ.
ആനക്കുളം മാങ്കുളം റോഡിൽ കയറിയിട്ടുണ്ട്. ഇത് പിന്നെ അടിപൊളി റോഡാ. ഫുള്ള് അവിടെ അറ്റം വരെ സെറ്റ് റബ്ബറൈസ് റോഡാ. ഇവിടെ ഓൾമോസ്റ്റ് ആനക്കുളം എത്താറുണ്ട്. ആനക്കുളം ആന ഉണ്ടാവും എന്തോ. ഞാനാണെങ്കിൽ മറ്റേ സംഭവം നോക്കിയിട്ടൊന്നുമില്ല. ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? ഹൈവാ മലയിലൊക്കെ കോണ്ടിറങ്ങിയിട്ട് നോക്കിയേ, നല്ല രസമുണ്ട് കാണാൻ. ഓ കിട്ടില്ല, വെള്ളച്ചാട്ടം കൊലിച്ച് വരുന്നുണ്ടോ രണ്ടും മലയുടെ ഇടേന്നൊക്കെ. Welcome to the world of elephant, മോനെ. ആനക്കുളം. മണ്ണിൽ നീലനിലാവിൻ പൊന്നലയാലേ നാദലയങ്ങൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ഥലം കണ്ടാൽ എനിക്ക് മനസ്സിലായിണ്ടാവും. ആനക്കുളം. ആനക്കുളത്ത് ആന വെള്ളം കുടിക്കാൻ എന്നോടത്താണ് കഴിച്ച് നിൽക്കണേ. ഇവിടുത്തെ വെള്ളത്തിന് എന്തോ കുമിളകൾ വരും, ഇത് കഴിക്കാനാണ് ആന എന്നൊക്കെയാണ് പറയണം എല്ലാവരും. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരു കുമിളയും കാണാനില്ല. ആനയോടെ വന്നിട്ട് ഇങ്ങനെ തപ്പി തപ്പി കുടിക്കുന്നത് കാണാൻ പറ്റും. ഇതിപ്പോൾ ആന ഇവിടെ ഇല്ലാത്ത തന്നെ ഉണ്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റേ. നോർമലി നമുക്ക് അവിടെ ഒന്ന് നിൽക്കാനേ പറ്റുള്ളൂ. നമ്മൾ ആനക്കുളത്ത് നിന്നുള്ള ചെറിയ ഓഫ് റോഡ് പോർഷൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ചോദിച്ചപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് പോയെന്നൊക്കെയാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് വേറെന്നോടത്ത് വെച്ച് കാണാം. അതെ അതെ, അതിനൊരു ആ കണി ഒരു കെണിയാണോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. എന്തായാലും നമുക്ക് പോയേക്കാം. ഇത് നമ്മൾ വരുന്ന വഴിക്ക് പ്ലാൻ ചെയ്താ ഇങ്ങനെ ഒരു സ്പോട്ട് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താ പറയുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് അടിക്കാം എന്നുള്ളൊരു മൈൻഡിൽ ഇവിടെ വന്നപ്പോൾ പക്ഷേ പോകാൻ പറ്റില്ല എന്നൊക്കെ കേട്ടു. പക്ഷേ ഞാൻ ലോക്കൽ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് പോയോ എന്നൊക്കെ പറഞ്ഞത്. അപ്പം പിന്നെ നമ്മൾ ആ ഒരു ധൈര്യത്തിൽ ഇറങ്ങി. അതാ ഞാൻ പറഞ്ഞത്, ആ പണി ഒരു കെണിയാണോന്ന് അറിയില്ല, കെണിയാണോന്ന് അറിയില്ല എന്ന്. എന്തായാലും നമുക്ക് നോക്കാം. മാക്സിമം ഒരുപാട് കൈ കൊടുത്ത് പോകാണ്ടിരിക്കാൻ നോക്ക്. അവിടെ വീടുകളൊക്കെ ഉണ്ട്. ഇനി വല്ല പിള്ളേരൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വട്ടം ചാടി കഴിഞ്ഞാൽ പണി പാളും. ഇതെങ്ങനെ കൊണ്ടേക്കണം ഞാവൂല്ലേ? വീടൊക്കെ നോക്കി ഏതാ വൈബില്ലേ? അവിടെ താമസമൊന്നുമില്ല തോന്നുന്നുണ്ട്. പക്ഷേ വലിയ ഹാർഡ് ഓഫ് റോഡൊന്നും ഇല്ല കേട്ടോ, ക്ഷീണമൊന്നുമില്ല, കൂളാണ്. ഇനി അങ്ങോട്ട് പ്യുവർ ഓഫ് റോഡാണോ? എന്തായാലും ഈ ഒരു ട്രെയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ചുമ്മാ അവിടെ വന്നിട്ട് ആനേനും കണ്ട് തൊട്ടപ്പുറത്തൊരു ചെക്ക് ഡാം സെറ്റപ്പ് ഉണ്ട്, അതും കണ്ട് ചുമ്മാ കൊണ്ടുവന്നെ. ഇതെന്തായാലും അടിപൊളിയായി.
ആനയെ വല്ലതും കാണോ ഇനി ഇവിടെ? ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം ആൾ താമസമുള്ള ഏരിയ തോന്നുന്നു. ആനയൊക്കെ വട്ടം ചാടി ഇറങ്ങി ഓടിക്കോട്ടെ. ഇത്രയും ഉള്ളിലേക്കും റിസോർട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ആനക്കുളം പൂൾ വില്ലാസ്. ഇവിടെയും പൂൾ വില്ല കൊള്ളാലോ. അയ്യോ yes river crossing. അയ്യോ ഏത് രസല്ലേ. നമ്മളിത് റിവർ ക്രോസ് അടിക്കണ്ട. റിവർ ക്രോസിൽ വെള്ളമൊന്നുമില്ല, എന്നാലും ഇതുവരെ വന്നാലേ ഒരു വൈബിന്. വീഴുണ്ടോ? വണ്ടിയാണെങ്കിൽ മുട്ടമേറ്റാണ് പാനിയേഴ്സ് ഇരിക്കണേ. അടിച്ചു പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ നടക്കില്ല. പുള്ളി കളിച്ച വണ്ടി കഴിഞ്ഞു. പിന്നല്ല സാധനം നമ്മൾ കയറ്റി. സംഭവം ഹെവി ടാസ്ക് ഒന്നല്ല, പക്ഷേ ഈ പാനിയേഴ്സ് ഇരിക്കണോണ്ടേ മുട്ടം വെയിറ്റ്. വണ്ടിക്ക് 200 കിലോ ഉണ്ട് പാനിയേഴ്സിൽ. വണ്ടി പിന്നെ ഫുള്ളോടാ മുട്ടം വെയിറ്റ് അല്ലേ. ഇവിടുത്തെ വെള്ളച്ചാട്ടം വൈപ്പൊക്കെ നോക്കി ഭയങ്കര രസമല്ലേ. നമ്മ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ, തിരിച്ച് നേരെ നാട്ടിലേക്ക്.